പി.ആർ. ശിവശങ്കർ, അങ്ങേക്ക് ആ 162 ഓക്സിജൻ പ്ലാന്റിന്റെ കണക്ക് കിട്ടിയോ? ഞാൻ എത്ര തപ്പിയിട്ടും എനിക്ക് കിട്ടുന്നില്ല ശ്രീ പി.ആർ. ഞാൻ പറയാം, ഞാൻ തുറന്നു പറയാം. ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അങ്ങേക്ക് അതിപ്പോൾ ചെക്ക് ചെയ്യാവുന്നതാണ് സമയമുണ്ടെങ്കിൽ. ഇറ്റ്സ് ഡേറ്റഡ് January 5th, 2001 5 മണി 2 മണിക്ക് PIB ഡൽഹിയിൽ നിന്ന് അയച്ചത്. ഞാൻ താങ്കൾക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, നോക്കാവുന്നതാണ്. മറ്റുള്ള എന്നാ പിന്നെ പേടിക്കണ്ട. സമരം അതിലെന്താണ് സർ പറയുന്നത്? പ്രൈം മിനിസ്റ്റർ സിറ്റിസൺ അസിസ്റ്റൻസ് റിലീഫ് ഇൻ ദ അതിലെന്താണ് പറയുന്നത് ശ്രീ പി.ആർ. ശിവശങ്കർ? A total of 162 plants with total capacity of 154 90 MD are to be installed in 32 states. ഒരു മിനിറ്റ്. അതായത് ഈ 162 എണ്ണം ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറയുകയാണ് ഈ പറയുന്ന ജനുവരിയിൽ, അല്ലേ? എന്നിട്ട് ഞാൻ കള്ളം പറയുകയാണെന്നോ? ജനുവരിയിൽ പറഞ്ഞു. അതിലെ ഞാൻ തർക്കിക്കുന്നില്ല ഹാഷ്മി. പ്രൊഡക്ഷൻ എത്രയുണ്ട് കേരളത്തിലുണ്ടെന്നും നമുക്ക് വേണമെങ്കിൽ തർക്കിക്കാം സർ. അങ്ങാണ് പറഞ്ഞ 162 പ്ലാന്റ് തർക്കിക്കേണ്ട യഥാർത്ഥത്തില് അങ്ങാണ് പറഞ്ഞ 162 പ്ലാന്റ് അങ്ങ് 162 പ്ലാന്റ് എന്ന് പറഞ്ഞു. പച്ച നുണയാണത് ശ്രീ പി.ആർ. എന്നിട്ട് അങ്ങ് എന്നെ ആക്ഷേപിച്ചു ഞാൻ നുണ പറയുന്നു എന്ന്. തർക്കിക്കണ്ടേ അപ്പോൾ? ഈ ഫിലിപ്പോസിനോട് വേണ്ട കളി. 33 പ്ലാന്റുകൾ മാത്രം, 162 ഇല്ല. ഇനി വാദമുണ്ടോ? അതിൽ വാദമുണ്ട് ഹാഷ്മി. താങ്കൾ പറഞ്ഞത് പഴയ കണക്കാണ്. 162 തന്നു. അതിൽ ഏതാണ്ട് ഡീറ്റെയിൽ കണക്ക് പ്രകാരം 70ഓളം ഇപ്പൊ ചെയ്തു കഴിഞ്ഞു. ബാക്കി ഓൺ പ്ലാന്റ് ഉടനെ ഉണ്ടാവും. കേരളത്തിൽ 5 എന്ന് പറഞ്ഞത്. അപ്പൊ 162 70 വന്നു. കേരളത്തിൽ 5 എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കണക്കാണ്. അങ്ങ് ആധാരമാക്കുന്ന കണക്ക് ജനുവരി 5-ന് ചെയ്യാനുള്ള കാര്യങ്ങൾ 162 ചെയ്യണം എന്നുള്ളതാണ്. ഞാനൊരു ശ്രീ പി.ആർ. ശിവശങ്കർ, ഞാനൊരു ട്വീറ്റ് വായിക്കട്ടെ. മിനിസ്റ്റർ ഓഫ് ഹെൽത്തിന്റെ ട്വീറ്റ് ആണ്. Out of 162 PSA plants sanctioned by Government of India, 33 have already been installed. ജനുവരിയിലെ അല്ല, ഏപ്രിലെ, ഈ മാസത്തെ ട്വീറ്റ്. ഞാൻ നുണ പറയുകയാണെന്നോ പി.ആർ.? ഞാനത് അല്ല, ആ കണക്കല്ല. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കണക്കുകളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. 70 എണ്ണം ആയി കഴിഞ്ഞിരിക്കുന്നു. അതിൽ 5 എണ്ണം ആയി കഴിഞ്ഞു. താങ്കളുടെ ശബ്ദം ഇതൊരു നടക്ക് പോണ മാതിരില്ല. 70 എണ്ണം ശ്രീ പി.ആർ. അങ്ങനോട് ഞാൻ നുണ പറഞ്ഞു എന്നങ്ങ് പറഞ്ഞു. ഞാൻ നിർലജ്ജം നുണ പറഞ്ഞു എന്നങ്ങ് പറഞ്ഞു. താങ്കൾക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ. ജനുവരിയിൽ ചെയ്യാനുള്ള കാര്യം ചെയ്തത് 33. അല്ലെന്ന് തെളിയിക്കാൻ കഴിയുമോ ശ്രീ പി.ആർ.? അങ്ങ് പറയുകയാണ് ഞാൻ നിർലജ്ജം, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. ആ കണക്കുകളാണ് ഞാൻ താങ്കൾക്ക് അഷ്മി. ഞാൻ ഒരു മിനിറ്റ് ആ തർക്കം അവിടെ നിൽക്കട്ടെ. ഞാൻ തോറ്റോ ജയിച്ചോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. താങ്കളുടെ ശബ്ദം ഒരിക്കലെങ്കിലും ഉയർന്നോ ഹാഷ്മി? 2500 രൂപ ഇവിടുത്തെ പാവപ്പെട്ട വാക്സിൻ മേടിച്ചപ്പോൾ RT-PCR ടെസ്റ്റിന്റെ വില കൂടിയത് എന്താണെന്ന് പ്രകാശിനോട് ചോദിക്കാനുള്ള മാന്യത താങ്കൾക്കുണ്ടായിരുന്നു. ഞാൻ നിർലജ്ജം നുണ പറഞ്ഞു എന്ന വാക്ക് പിൻവലിക്കുമോ? അതിനെതിരെ നിശബ്ദമായി അവരുടെ പണം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ നാണമുണ്ടോ നിങ്ങൾക്ക്? ശ്രീ പി.ആർ. അങ്ങ് കൊണ്ടുവന്ന കണക്ക് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായപ്പോൾ അങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് പ്രശ്നമില്ല. പക്ഷെ അങ്ങ് പറഞ്ഞത് നുണയാണ് ശ്രീ പി.ആർ. എന്നിട്ട് ഞാൻ പറയാം, അങ്ങ് പറഞ്ഞത് കള്ളമാണ്. മാറ്റി നിർത്തുവാൻ നിർലജ്ജം നുണ പറഞ്ഞത് ഞാനല്ല, അങ്ങാണ്. ഇരട്ടി വാങ്ങിക്കുമ്പോൾ ആ വില മാറ്റി വെക്കുവാൻ നിങ്ങൾ എന്തിനാണ് ഒരു കണക്ക് മാത്രം പറയുന്നത്? അത് ചോദിക്കാം. നമുക്ക് തർക്കിക്കാം. പക്ഷേ സാറിന് വേണ്ടത്ര സമയം കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ ഈ 162 കണക്ക് പറഞ്ഞു കേരളത്തിൽ ആവശ്യമുള്ള ഓക്സിജൻ ഉണ്ട്, ഇവിടെ കൂടുതൽ ഉണ്ടായിട്ട് കൊടുക്കുന്നു. പക്ഷേ RT-PCR ടെസ്റ്റ് നടത്തുമ്പോൾ എന്തിന് കേരളം മാത്രം തമിഴ്നാട്ടിലെ ഇരട്ടി വില മേടിക്കുന്നു എന്ന് ചോദിക്കുവാൻ താങ്കളുടെ നാക്കിന് എന്തുകൊണ്ട് ശക്തിയില്ലാതെ പോകുന്നു ശ്രീ ഹാഷ്മി? മനസ്സിലായില്ലേ? മനസ്സിലായി. എന്തുകൊണ്ട് ശക്തിയില്ലാതെ പോകുന്നു? ശമ്പളം മേടിക്കുന്ന ഘ്രാണശക്തിയുള്ള ചില വർഗങ്ങൾ കാണിക്കുന്ന കള്ളം പൊളിഞ്ഞു. അതിന്റെ പ്രകോപനമാണ് അങ്ങ് പറയുന്നത്. മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കണക്ക് പൊളിഞ്ഞു. എന്നെ നിർലജ്ജം നുണയെന്ന് വിളിച്ചതിൽ അത് പൊളിഞ്ഞു. ഞാൻ കണക്ക് സഹിതം പൊളിഞ്ഞു. അതിന്റെ പ്രകോപനമാണ് അങ്ങ്. അത് പോട്ടെ, നമ്മൾ തമ്മിൽ തർക്കമായി മാറണ്ട. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ.
നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ? 162 പ്ലാന്റ് അല്ല, അല്ലല്ല, 70 ഒരു പ്ലാന്റും അല്ല, പ്രകടനമല്ല, ഹാഷ്മി. 33 ഞാൻ ഓക്സിജൻ പ്ലാന്റ് താങ്കളുടെ- PR. ഞാൻ താങ്കൾക്ക് അല്ലല്ല അങ്ങനെ പറയാം, ഒരു മിനിറ്റ്. അല്ലല്ല ഹാഷ്മി അങ്ങനെ പോലെ, ഹാഷ്മി അങ്ങനെ പോലെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതിൽ ഈ പറയുന്ന 33 പ്ലാന്റുകൾ സ്ഥാപിച്ചത് ജനുവരിയിൽ മാത്രമാണ്. ജനുവരി അല്ല സാർ, ഏപ്രിൽ ആയപ്പോൾ കണക്കാണ് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഡീറ്റെയിലും താങ്കൾക്ക് അയച്ചു തന്നല്ലോ. ഏപ്രിൽ ആയപ്പോഴാണ് ഏപ്രിൽ ആയപ്പോൾ 33 പ്ലാന്റ്. ഞാൻ എന്താണ് ഏപ്രിൽ 18ന്റെ കണക്കാണ് ഞാൻ വായിച്ചത്. ഞാൻ വായിച്ച ട്വീറ്റ് ഏപ്രിൽ 18ന്റെ ട്വീറ്റ് ആണ്. അങ്ങ് പറഞ്ഞത് ജനുവരിയുടെ കണക്ക്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ രാഹുൽ, ആരുടെ ട്വീറ്റ്? മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ട്വീറ്റ്. മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ട്വീറ്റ് അയച്ചു. അല്ല, അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ അടുത്ത തവണ വയ്ക്കൂ. മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആദ്യം പറഞ്ഞ താങ്കളും കറക്റ്റ് ചെയ്തില്ലല്ലോ. എല്ലാവർക്കും ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞത് ANAയുടെ കണക്ക് തെറ്റിയതാണ്, ഞാൻ രണ്ടാമത് പറയുന്നു എന്ന് പറഞ്ഞ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഏപ്രിൽ 18 ട്വീറ്റ് ആണ്. അപ്പോ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഏപ്രിൽ 18 ട്വീറ്റ് ആണ്. അതിൽ തർക്കം വേണ്ട.